അടുത്തയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സന്ദർശനത്തിന് മുന്നോടിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയെ പ്രശംസിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ശക്തവും തന്ത്രപരവുമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. 1.5 ബില്യൺ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഇസ്രായേലിന് വലിയ സ്വീകാര്യതയുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. അമേരിക്കൻ ജൂത സംഘടനകളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ നരേന്ദ്രമോദിയുടെ വരാനിരിക്കുന്ന ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ച് നെതന്യാഹു പരാമർശിക്കുകയും ഉന്നതതല ചർച്ചകൾ നടത്തുമെന്ന് സൂചന നൽകുകയും ചെയ്തു. ഇസ്രായേൽ സന്ദർശനത്തിന്റെ ഔദ്യോഗിക തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ന്യൂഡൽഹിയിൽ നടക്കുന്ന AI ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരവും പ്രതിരോധപരവും സാങ്കേതികവുമായ ബന്ധങ്ങൾക്ക് ഈ യാത്ര പുതിയ വഴിത്തിരിവായിരിക്കും. ഏകദേശം 9 വർഷങ്ങൾക്ക് ശേഷമാണ് മോദി ഇസ്രായേൽ സന്ദർശിക്കുന്നത്. 3-ാം തവണ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനവുമാണിത്. മോദി ഇതിനു മുൻപ് ഇസ്രായേലിൽ സന്ദർശനം നടത്തിയത് 2017-ലാണ്. ഉഭയകക്ഷി സഹകരണത്തിന് പുറമെ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ, പ്രാദേശിക ആഗോള സംഭവ വികാസങ്ങൾ എന്നിവയും ചർച്ചകളിൽ ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. ഇതേസമയം പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനത്തിൽ പ്രതിഷേധവുമായി പാലസ്തീൻ അനുകൂല സംഘടനകൾ രംഗത്തെത്തി. മോദി ഇസ്രായേൽ സന്ദർശിക്കരുതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഗാസ പീസ് ബോർഡിൽ ചേരാനുള്ള ക്ഷണം നിരസിക്കണമെന്നുമാണ് ഇന്ത്യൻ പീപ്പിൾസ് ഇൻ സോളിഡാരിറ്റി വിത്ത് പാലസ്തീന്റെ ആവശ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.